ഹായ്, ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് കൺവല്യൂഷൻ തിയറമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ കൺവല്യൂഷൻ തിയറത്തിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കുന്നത്. എന്താണ് കൺവല്യൂഷൻ തിയറം? നോക്കിക്കേ, ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആൻഡ് എൽ ഓഫ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എസ്, രണ്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും പ്രോഡക്ട്സ് ആണ് എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി. ദാറ്റ് ഈസ് ഇതിനെയാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. ലാപ്ലേസ് കൺവല്യൂഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ്. നമ്മൾ ലാപ്ലേസ് കൺവല്യൂഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുല കൂടുതലും യൂസ് ചെയ്യുന്നത് എന്താ, നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്ട്സ് അതിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺവല്യൂഷൻ തിയറം ഇവിടെ ഇങ്ങനെയാണ്: എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. നമ്മൾ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഓഫ് ഇതിൽ നിന്നും നമ്മൾ ഇൻവേഴ്സ് എഴുതാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി. ദിസ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഫോർമുലയാണ് പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും നമുക്കറിയാം എങ്ങനെയാണ്. നമ്മൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്നും ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും നമുക്ക് കിട്ടും. അവിടുന്ന് ഇൻറ്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇതാണ് കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഓർ ഇത് നമുക്ക് ഒരു ഫോർമുലയും കൂടെ ഉണ്ട്: ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു. അതായത് നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാം. എഫ് ഓഫ് ടു നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കി വേണം നിങ്ങൾ എടുക്കാൻ. ഈസി ആയിട്ട് എങ്ങനെ ഏത് ഫംഗ്ഷൻ എടുത്താലാണ് നമുക്ക് ആ ഇൻറ്റഗ്രേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുക, അത് നോക്കിയിട്ട് നിങ്ങൾ എഫ് ഓഫ് യു വേണോ അതോ ജി ഓഫ് യു വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും നമുക്ക് യൂസ് ചെയ്യാം. എയ്തർ എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു ഓർ ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു. അപ്പോൾ കൺവല്യൂഷൻ തിയറം എന്താണെന്ന് മനസ്സിലായി. കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുന്നത് രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഇൻവേഴ്സ് കാണാനാണ് കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം: use convolution theorem to find the inverse Laplace transform of 1 by s square into s square plus a square. ഇപ്പോൾ കണ്ടില്ലേ, 1 by s square into s square plus a square. ഇത് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. ഇവിടെ നമ്മൾ എഫ് ഓഫ് എസും ജി ഓഫ് എസും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. നമുക്ക് എഴുതാം: we are given the function 1 by s square into s square plus a square. We have to find out the inverse Laplace transform. Therefore L inverse of 1 by s square into s square plus a square. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനെ ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square into 1 by s square plus a square. അപ്പോൾ നമ്മൾ എല്ലാ പ്രോബ്ലംസും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടായിട്ട് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ദിസ് ഈസ് എഫ് ഓഫ് എസ് ആൻഡ് ദിസ് ഈസ് ജി ഓഫ് എസ്. ഓരോ ഫംഗ്ഷനും കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. ഓക്കെ, വേർ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഏതാ, എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 by s square ആൻഡ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 by s square plus a square. Okay, now we have to find out the inverse of these two functions separately. എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് കാണണം, അതുപോലെ ജി ഓഫ് എസിൻ്റെ ഇൻവേഴ്സും കാണണം. Now L inverse of f of s, capital F of s is equal to എന്താ, L inverse of 1 by s square. അല്ലേ, 1 by s square. 1 by s squareൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം എന്താ, 1t. 1 by s-ൻ്റെ s squareൻ്റെ ഇൻവേഴ്സ് t ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നെടുത്തു. നെക്സ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്. എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square plus a square. What is the inverse of 1 by s square plus a square? Sin 80 divided by a. This is equal to g of t. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ടി ജി ഓഫ് ടി സെലക്ട് ചെയ്തു. ഇത് തിരിച്ച് നമുക്ക് എടുക്കാം. ഇതിനെ ജി ഓഫ് ടിയെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എഫ് ഓഫ് ടിയെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷന് എഫ് ഓഫ് ടി എന്നും രണ്ടാമത്തെ ഫംഗ്ഷന് ജി ഓഫ് ടി എന്നും പേര് കൊടുത്തു. അപ്പോൾ ഇനി കൺവല്യൂഷൻ തിയറത്തിലോട്ട് പോവാണ്. അപ്ലൈ കൺവല്യൂഷൻ തിയറം, യൂസ് കൺവല്യൂഷൻ തിയറം എന്നാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. അപ്പോൾ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാം എന്നുള്ളത്.
Now, using convolution theorem, എന്താ കൺവല്യൂഷൻ തിയറം പറയുന്നത്? L inverse of a problem, L inverse of 1 by s square into s square plus a square അല്ലെങ്കിൽ L inverse of f of s into g of s equal to എങ്ങനെയായിരുന്നു ഫോർമുല? integral 0 to t f of u into g of t minus u du. So this is equal to integral 0 to t f of u. f of u എന്ന് പറയുമ്പോൾ എന്താണ്? t f of t. t എന്ന് പറയുന്നത് t ആണ്, f of t. So f of u എന്ന് പറയുമ്പോൾ എന്ത് വരും? u. t becomes u. g of t minus u, that is sin a into t minus u divided by a du. ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇനി നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷനെ ടി മൈനസ് യു ആയിട്ട് എടുത്താൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും ഫംഗ്ഷൻ തിരിച്ചെടുത്താൽ ഈ ഫംഗ്ഷൻ ജി ഓഫ് ടി എന്നും ഇതിനെ എഫ് ഓഫ് ടി എന്നും എടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഞാനത് തിരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്ക് ആദ്യത്തെ ഫംഗ്ഷനെ സൈൻ എ ടി ബൈ എ, അതായത് എഫ് ഓഫ് ടി എന്നുള്ളത് ഈ ഫംഗ്ഷനും ഇതിന് ജി ഓഫ് ടിയും എന്നെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ എഴുതുന്നു എന്ന്. ഫോർമുല ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു. ഇങ്ങനെ മാറ്റി എഴുതി ഞാൻ. രണ്ട് ഫോർമുലയും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നു. അപ്പോൾ ജി ഓഫ് യു എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് സൈൻ എ യു ബൈ എ. ടി ഈസ് റീപ്ലേസ്ഡ് ബൈ യു. സെക്കൻഡ് വൺ എഫ് ഓഫ് ടി മൈനസ് യു. സോ എഫ് ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നത് എന്തായി? ടി മൈനസ് യു അല്ലേ? ടി മൈനസ് യു ഡി യു. ഇനി ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനും മറ്റൊരു ഫംഗ്ഷനും കൂടെ ഒരുമിച്ച് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല, നമുക്ക് ഏത് ഫോർമുല? ബെർണോളീസ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഫോർമുല യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t മൈനസ് യു ഇൻറ്റു സൈൻ എ യു ബൈ എ ഡി യു. ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 by a പുറത്തെടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1 by a ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ടി മൈനസ് യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ എ യുൻ്റെ ഇൻ്റഗ്രൽ. എ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞു. സൈൻ എ യുൻ്റെ ഇൻ്റഗ്രൽ എന്താ? മൈനസ് കോസ് എ യു ബൈ എ. നെക്സ്റ്റ് സൈൻ ഈസ് മൈനസ്. Now derivative of this function t minus u ന്റെ derivative with respect to u ആണ്. So t is a constant, u is the variable here. So derivative of t minus u is -1 അല്ലേ? -1 into integral of this function. കൊസൈനിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ്. നമുക്കൊരു മൈനസ് സൈനും കൂടെ ഉണ്ട്. സോ മൈനസ് സൈൻ എ യു ഡിവൈഡഡ് ബൈ എന്താ വരിക? ഇവിടെ ഒരു എ ഉണ്ട്, ഒരു എയും കൂടെ താഴെ വരുമ്പോൾ എ സ്ക്വയർ. ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആയി ബിക്കോസ് ദിസ് ടേം ഈസ് -1. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇനി 0 ആയി പോകും. സോ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ 0 to t. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 by a ഇൻറ്റു അപ്പർ ലിമിറ്റ് ഈസ് ടി കൊടുക്കുമ്പോൾ എന്താ? ടി മൈനസ് ടി, യുവിനാണ് കൊടുക്കേണ്ടത്. ടി മൈനസ് ടി, ദിസ് ബിക്കംസ് 0. ഹിയർ -3 മൈനസ് ഉണ്ട്, മൈനസ് വരും. സൈൻ എ ടി ബൈ എ സ്ക്വയർ. സോ മൈനസ് സൈൻ എ ടി ബൈ എ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഒരു ടേമേ കിട്ടിയുള്ളൂ. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം, 0 കൊടുക്കാം. ഇവിടെ യുവിന് 0 കൊടുക്കുമ്പോൾ ടി ഇൻറ്റു കോസ് എ യു. കോസ് എ യുവിൻ്റെ വാല്യൂ എന്താ? യുവിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ കോസ് 0 ഈസ് 1. സോ ഓൺലി ടി അല്ലേ? ടി ബൈ എ ആണ് വരുന്നത്. സോ ലോവർ ലിമിറ്റാണ് നമ്മൾ കൊടുത്തത്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് സൈനാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ അത് പ്ലസ് ആയി. പ്ലസ് ടി ബൈ എ. ഓക്കെ, ഇനി ഇവിടെയോ? ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 ഈസ് 0. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ തീർന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാം? നമുക്ക് ഒരു എ സ്ക്വയറിന് നമുക്ക് പുറത്തെടുക്കാം. LCM എ സ്ക്വയർ എടുത്ത് എ സ്ക്വയർ പുറത്തെടുക്കാം. അതിന് മുന്നേ ഞാൻ LCM എ സ്ക്വയർ ആക്കി എഴുതാം. 1 by a ഇൻറ്റു മൈനസ് സൈൻ എ ടി. ഞാൻ ഡിനോമിനേറ്റർ എ സ്ക്വയർ എടുത്തു. എ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെയും എ സ്ക്വയർ വന്നു. സോ മുകളിൽ എ വരുന്നു. സോ പ്ലസ് എ ടി വരും. ഇനി എ സ്ക്വയർ വെളിയിലെടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു 1 by a ക്യൂബ് ഇൻറ്റു എ ടി മൈനസ് സൈൻ എ ടി.
ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 1/a³ ഇൻറ്റു at മൈനസ് sin at. സോ ഇങ്ങനെയാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം, ഫൈൻഡ് ദി Now next problem, use convolution theorem, find the inverse of s by s minus 1 into s square plus 4. So here we are going to find out the inverse, L inverse of s by s minus 1 into s square plus 4. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ എൽ ഇൻവേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എസ് ന്യൂമറേറ്ററിൽ എസ് ആണ്, ഡിനോമിനേറ്റർ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പോൾ നമ്മൾ എസ് മൈനസ് 1ൻ്റെ കൂടെ നമ്മൾ എസ് എടുത്താൽ നമുക്ക് ഫോർമുല ഉണ്ടോ, ഇൻവേഴ്സ് ഫോർമുല ഉണ്ടോ? ഇല്ല അല്ലേ. 1/s-1 എടുത്താൽ മാത്രമേ നമുക്ക് ഫോർമുലയുള്ളൂ. അതുപോലെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എടുക്കുമ്പോൾ നമുക്ക് ഫോർമുലയുണ്ട്, cos 2t. സോ അത് ശ്രദ്ധിച്ച് വേണം നിങ്ങളിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ. സോ 1/sൻ്റെ ന്യൂമറേറ്റർ 1 ആയിരിക്കണം, എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ ന്യൂമറേറ്റർ എസ്സും ആയിരിക്കണം. ആ രീതിയിൽ വേണം അത് സ്പ്ലിറ്റ് ചെയ്യാൻ. സോ 1/s-1 ഇൻറ്റു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. സോ this is f of s and this is g of s, which is equal to L inverse of capital F of s into capital G of s എന്ന് എഴുതി. ഇനി ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് നമ്മൾ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കാൻ പോവുകയാണ്, എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കാണാൻ വേണ്ടിയിട്ട്. നൗ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1/s-1. 1/s-1ൻ്റെ ഇൻവേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എന്താ, e raised to t ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്. എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4? യെസ്, ഇറ്റ് ഈസ് cos 2t. ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി. രണ്ടും എടുത്തു. ഇനി നമ്മൾ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. നൗ ബൈ കൺവല്യൂഷൻ തിയറം എൽ ഇൻവേഴ്സ് ഓഫ് s by s minus 1 into s square plus 4 is equal to integral 0 to t. ഇവിടെയും e raised to t നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് e raised to t minus u g of u into f of t minus u എന്ന് തന്നെയാണ് ഇവിടെയും ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് വരുമ്പോൾ അതിനെ നിങ്ങൾ t minus u ഫോമിലോട്ട് മാറ്റാൻ നിൽക്കരുത്, അത് കുറച്ചുകൂടെ പ്രയാസമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ മറ്റേ ഫംഗ്ഷൻ ഏതാണോ അതിനെയാണ് നിങ്ങൾ t മൈനസ് യു ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെയാണ് t മൈനസ് യു മാറ്റാൻ പോകുന്നത്. സോ ഫോമിൽ ഇങ്ങനെ എഴുതുകയാണ്, g ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു ഡി യു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫംഗ്ഷൻസ് എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു ടി ജി ഓഫ് യു. ജി ഓഫ് യു ഈസ് ജി ഓഫ് ടി cos 2t ആണ്. സോ cos 2u ഇൻറ്റു f of t minus u e raised to t minus u du. Okay, this is equal to integral 0 to t e raised to t minus u into cos 2u du. ഇങ്ങനെ എഴുതി ഞാൻ. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആദ്യം, സെക്കൻഡ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എഴുതി. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് e raised to t minus uവിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെയാണ്? e raised to t into e raised to minus u. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to t e raised to t into e raised to minus u. e raised to t എന്താ? ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു u. സോ e raised to t is a constant. ഞാൻ അതിനെ പുറത്തെടുക്കുകയാണ്. e raised to 2 വെളിയിൽ എഴുതി. e raised to minus u into cos 2u du. This is equal to e raised to t into, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം, e raised to integral e raised to ax into cos bx dx. ഈ ഫോമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്താ അതിൻ്റെ ഫോമുല? e raised to ax by a square plus b square into a cos bx plus b sin bx. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫോമുലയാണ്. അപ്പോൾ ഈ ഫോമുല നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ എ എന്താണ്? എ ഈസ് -1, യുവിൻ്റെ കോഎഫിഷ്യൻറ്റ്. യു ആണ് നമ്മുടെ വേരിയബിൾ. എ ഈസ് ഈക്വൽ ടു -1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 2. അത് വച്ചിട്ട് വേണം നമ്മൾ ഈ ഫോമുല അപ്ലൈ ചെയ്യാൻ.
So this is equal to e raised to ax, യുടെ വാല്യൂ -1, സോ e raised to minus u, x എന്നുള്ളത് u ആണ്, ഡിവൈഡഡ് ബൈ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, -1 the whole square is 1 പ്ലസ് b സ്ക്വയർ is 4 അല്ലേ, ഇൻറ്റു a cos bx, -1 cos b 2x that is u പ്ലസ് b sin bx, b എന്താ 2 തന്നെയാണ്, 2 sin 2u വിത്തിൻ ദ ലിമിറ്റ്സ് 0 to t. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ്സ് അപ്ലൈ ചെയ്താൽ മതി. ഇ റൈസ് ടു ടി ഇൻറ്റു അപ്പർ ലിമിറ്റ് ഈസ് ടി കൊടുക്കുമ്പോൾ ഇ റൈസ് ടു -t ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ്സ് ഹിയർ ഇറ്റ് ഈസ് മൈനസ് കോസ് 2t അല്ലേ, മൈനസ് കോസ് 2t പ്ലസ് 2 സൈൻ 2t. ടി കൊടുത്തപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്, യുവിന് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 ബിക്കംസ് 1, ദാറ്റ് ഈസ് 1/5 ഇൻറ്റു 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, കോസ് 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്, സോ -1 മാത്രമേ വരത്തുള്ളൂ, -1 സൈൻ 0 ഈസ് 0, അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു, നോക്കിക്കേ ഇവിടെ രണ്ട് സ്ഥലത്തും 5 ഉണ്ട് ഡിനോമിനേറ്ററിൽ, ആ 5നെ ഞാൻ പുറത്തെടുക്കുകയാണ്, സോ ഇ റൈസ് ടു ടി ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ഇവിടെ എന്താ പറയുക, ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്താൽ മൈനസ് ഇ റൈസ് ടു -t കോസ് 2t പ്ലസ് 2 ഇ റൈസ് ടു -t സൈൻ 2t പ്ലസ് 1. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഇ റൈസ് ടു ടി അകത്തോട്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് 1/5 ഞാൻ പുറത്ത് എഴുതി, 1/5 ഇൻറ്റു ഫസ്റ്റ് ടേം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു -t ബിക്കംസ് 0 അല്ലേ, 1 ഇ റൈസ് ടു 0 വരും, ഇ റൈസ് ടു 0 ദാറ്റ് ഈസ് 1, സോ മൈനസ് കോസ് 2t. അടുത്ത ടേമിലും അതുപോലെ ഇത് ക്യാൻസൽ ചെയ്ത് പോവും, പ്ലസ് 2 സൈൻ 2t പ്ലസ് ഇ റൈസ് ടു ടി. ഇങ്ങനെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Use convolution theorem to find the inverse Laplace transform of 1/s plus 1 into s minus 1 the whole square and verify the result by finding the inverse using partial fraction technique. അപ്പോൾ ഇവിടെ നമ്മൾ കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. പിന്നെ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം ഇൻവേഴ്സിൻ്റെ ഫസ്റ്റ് പഠിച്ച ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് വെരിഫൈയും ചെയ്യണം, ശരിയാണോ എന്നും കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് നോക്കാം. ഹിയർ എൽ ഇൻവേഴ്സ് ഓഫ് 1/s plus 1 into s minus 1 the whole square, ഇതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മളിത് സ്പ്ലിറ്റ് ചെയ്യുന്നു, എൽ ഇൻവേഴ്സ് ഓഫ് 1/s plus 1 ബിക്കോസ് ന്യൂമറേറ്റർ 1 ആണ്, അപ്പോൾ അവിടെ പ്രശ്നമില്ല, s minus 1 the whole square. ഇനി ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു, എൽ ഇൻവേഴ്സ് ഓഫ് 1/s plus 1, s plus 1ൻ്റെ ഇൻവേഴ്സ് എന്താ, ഇ റൈസ് ടു -t അല്ലേ, ദിസ് ഈസ് ഈക്വൽ ടു f of t and L inverse of 1/s square, sorry s minus 1 the whole square, s minus 1 the whole square ൻ്റെ ഇൻവേഴ്സ് നമുക്കറിയാം, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്, s minus 1 ഷിഫ്റ്റ് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ഇ റൈസ് ടു ടി ആണ് വരുന്നത്, ഇൻറ്റു 1/s സ്ക്വയറിൻ്റെ ഇൻവേഴ്സ്, 1/s സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് എന്താ, ടി ആണ്. ഇതിന് നമ്മൾ g of t എന്നും എടുക്കുന്നു. ഇനി എന്താ, കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യുന്നു. നൗ L ഇൻവേഴ്സ് ഓഫ് 1/s plus 1 ഇൻറ്റു s minus 1 the whole square is equal to എന്താ വരുന്നത്, ഇൻ്റഗ്രൽ 0 to t, ഇവിടെയും ഞാൻ g of u ഇൻറ്റു f of t minus u ആണ് എടുക്കുന്നത്, ബിക്കോസ് ഇവിടെ g of u എടുത്തില്ല, f of t minus u എടുത്താൽ t minus u ഇൻറ്റു t minus u, ഇവിടെ t minus u വരും, ഇതിൽ t minus u വരും, സോ ഇൻ്റഗ്രേഷൻ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, അതുകൊണ്ട് g of u ഇൻറ്റു f of t minus u, സോ g of u ഇൻറ്റു f of t minus u du. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങളത് എടുക്കുക, ഇൻ്റഗ്രേഷൻ ഈസി ആകുന്ന രീതിയിൽ രണ്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് മാറ്റി മാറ്റി എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t g of u, u e റൈസ് ടു u എന്ന് വരും, ഇതെന്താ വരിക, e റൈസ് ടു മൈനസ് ഓഫ് t മൈനസ് u du. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്കിത് സ്പ്ലിറ്റ് ചെയ്ത് പുറത്തെടുക്കണം. ഇതെന്താ, e റൈസ് ടു -t പ്ലസ് u, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ e റൈസ് ടു -t ഇൻറ്റു e റൈസ് ടു u എന്ന് വരും. ഇ റൈസ് ടു -tനെ വെളിയിലോട്ട് എടുക്കാം, അപ്പോൾ ഇ റൈസ് ടു -t പുറത്ത് വന്നു, ഇൻ്റഗ്രൽ 0 to t u ഇൻറ്റു ഇവിടെ ഒരു ഇ റൈസ് ടു u ഉണ്ട്, ഇവിടെയും ഒരു ഇ റൈസ് ടു u ഉണ്ട്, രണ്ടും കൂടെ പവർ ആഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു 2u du.
ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് ഈസ് പോളിനോമിയൽ ഫംഗ്ഷൻ, സോ യു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു 2u ബൈ 2 അല്ലേ, മൈനസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈസ് 1, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഈസ് ഇ റൈസ് ടു 2u ബൈ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റഡ് അല്ലേ. ഇവിടെ 1 ആയതുകൊണ്ട് അടുത്ത ഡെറിവേറ്റീവ് 0 ആയി പോകും. സോ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം, ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം 0 to t. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു അപ്പർ ലിമിറ്റ് 2 ആണ്, ടി ആണ്. സോ ടി ഇ റൈസ് ടു 2t ബൈ 2 മൈനസ് ഇ റൈസ് ടു 2t ബൈ 4. ലോവർ ലിമിറ്റ് 0, ഇത് 0 ആകും. ഇവിടെ ഇ റൈസ് ടു 0 ബിക്കംസ് 1 ബൈ 4 വരും. നെഗറ്റീവ് ആണ്, ലോവർ ലിമിറ്റിന് നെഗറ്റീവ് കൂടെ അത് പോസിറ്റീവ്, സോ പ്ലസ് 1 ബൈ 4. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ഇ റൈസ് ടു 2t, പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു ടി ബൈ 2 മൈനസ് ഇവിടെയും പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു ടി ബൈ 4 പ്ലസ് ഇവിടെ ഇ റൈസ് ടു മൈനസ് ടി ബൈ 4. അപ്പോൾ ഇതാണ് നമുക്ക് കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് നമുക്ക് കിട്ടിയ ആൻസർ. ഇനി നമുക്കത് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യാം, നോക്കാം നമുക്കത്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ 1 ബൈ എസ് പ്ലസ് 1 നൗ ബൈ യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ, യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിന് എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുന്നത്? എസ് പ്ലസ് 1, ഇത് ലീനിയർ ഫാക്ടർ, ഇവിടെ എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ വന്നിരിക്കുകയാണ്. സോ എങ്ങനെയാണ് വരുന്നത്? എ ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ വരും, പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 1 അല്ലേ. ഇതൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം എസിന് 1 കൊടുക്കുന്നു. പുട്ട് എസ് ഈസ് ഈക്വൽ ടു 1, എസിന് 1 കൊടുക്കുമ്പോൾ എൽ എച്ച് എസ് ഈസ് 1 ഈസ് ഈക്വൽ ടു ഈ ടേമും ക്യാൻസലാവും, ഈ ടേമും ക്യാൻസലാവും, സി ഇൻറ്റു 2 വരും. ദെയർഫോർ സി ഈസ് ഈക്വൽ ടു 1 ബൈ 2, സിയുടെ വാല്യൂ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പുട്ട് എസ് ഈസ് ഈക്വൽ ടു മൈനസ് 1. എസിന് ഇവിടെ നോക്കുക, നിങ്ങൾ ഏത് കൊടുത്താലാണ് ഏതെങ്കിലും കോൺസ്റ്റൻസ് 0 ആയി പോകുന്നത്, ഏതെങ്കിലും ഒരു എയോ ബിയോ സിയോ ഏതെങ്കിലും 0 ആകുന്നത് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എന്ന് നോക്കുക. അപ്പോൾ എസ് ഈക്വൽ ടു മൈനസ് 1 കൊടുത്താൽ ഇതും 0 ആവും. അപ്പോൾ ഇവിടെ മാത്രം വരുന്നു. സോ എ 1 ഈസ് ഈക്വൽ ടു എൽ എച്ച് എസ് 1 ആണ്, 1 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ, എത്രയാണ്? 4 ആണ്. സോ എ ഈസ് ഈക്വൽ ടു 1 ബൈ 4. ഇനി നമുക്ക് കൊടുക്കാൻ വാല്യൂസ് ഒന്നുമില്ല, -1ഉം +1ഉം കൊടുത്തു. ഇനി ബി കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ബി എന്ന് പറയുന്നത് ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ബി കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാണ്, ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ. എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എൽ എച്ച് എസിലെ കോഎഫിഷ്യൻ്റ് ഇല്ല, 0, ടേമേ ഇല്ല. സോ 0 ഈക്വൽ ടു ഇവിടെ എയുടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ ആണ്, എ പ്ലസ് ഹിയർ ഇറ്റ് ഈസ് ബി അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് സ്ക്വയർ വരും, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ബി ആണ്. ഇവിടെ ഇല്ല, എസ് സ്ക്വയർ ടേം ഇല്ല. സോ എ പ്ലസ് ബി, വാട്ട് ഈസ് എ വാല്യൂ? എ വാല്യൂ ഈസ് 1 ബൈ 4. സോ 0 ഈക്വൽ ടു 1 ബൈ 4 പ്ലസ് ബി, ദെയർഫോർ ബി ഈസ് ഈക്വൽ ടു -1 ബൈ 4. അപ്പോൾ നമുക്ക് 3 വാല്യൂസും കിട്ടി. നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore 1 by s square s plus 1 into s minus 1 the whole square is equal to a is 1 by 4. 1 by 4 by s plus 1 plus 1 b is minus 1 by 4 അല്ലേ, minus 1 by 4 by s minus 1 plus c യുടെ വാല്യൂ 1 by 2. 1 by 2 by s minus 1 the whole square. ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. നമുക്കിതാ ഇവിടെ ഒരു ഇൻവേഴ്സ് ഇരിപ്പുണ്ട്, രണ്ടുപേരും സെയിം ആണോ എന്ന് നോക്കണം. നൗ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 into s minus 1 the whole square is equal to 1 by 4 is a constant, 1 by 4 into L inverse of 1 by s plus 1 minus 1 by 4 into L inverse of 1 by s minus 1 plus 1 by 2 into L inverse of 1 by s minus 1 the whole square. This is equal to,
നോക്കിക്കേ 1/4 കോൺസ്റ്റൻറ്റ്. L ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് s പ്ലസ് 1 ഈസ് e⁻t. നെക്സ്റ്റ് -1/4 ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എന്താ e⁻t. അടുത്ത ടേം പ്ലസ് 1/2 ഇൻറ്റു 1/s-1 ദ ഹോൾ സ്ക്വയർ, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. -1 ഷിഫ്റ്റ് ചെയ്ത് പുറത്ത് വരുമ്പോൾ e⁻t ഇൻറ്റു 1/s² ആണ് പിന്നെ ഉള്ളത്. 1/s² ഇൻവേഴ്സ് t ആണ്. ഓക്കെ, ഇതിനൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. is equal to t e⁻t/2. ഫസ്റ്റ് ടേം ഇത് എഴുതി. അടുത്ത ടേം ഞാൻ എഴുതുകയാണ് പ്ലസ് 1/4 ഇൻറ്റു e⁻t. അടുത്ത ടേം -1/4 ഇൻറ്റു e⁻t. നോക്കിക്കേ ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം, വെരിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതാ നമ്മൾ കൺവല്യൂഷൻ തിയറം വെച്ച് ചെയ്തത് t e⁻t/2. ഇതാ ഇവിടെയുണ്ട് t e⁻t/2 മൈനസ് e⁻t/4 മൈനസ് e⁻t/4 പ്ലസ് e⁻t/4 ഇവിടെയും ഉണ്ട് പ്ലസ് e⁻t/4. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കണ്ടു. ഹെൻസ് എന്ത് പറയാം, കൺവല്യൂഷൻ തിയറം ഈസ് വെരിഫൈഡ്. കൺവല്യൂഷൻ തിയറം ഈസ് വെരിഫൈഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൺവല്യൂഷൻ തിയറത്തിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഇതുപോലെ ബാക്കി പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.